എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമസ്കാരം. തുടർ ചർച്ചകൾ അർഹിക്കാത്ത സുരേഷ് ഗോപി ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ്. ഈ ഒരു ടോപ്പിക്കിൽ കുറേയധികം നർമ്മമുണ്ട്. വളരെ രസകരമായിട്ടുള്ള ഒരു സ്പൂൺ ഫീഡിങ് ശ്രീജിത്ത് പണിക്കരുടേത് വക ഇന്നലെ കണ്ടതുകൊണ്ടാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ആഡ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കുന്നത്. ഈ സംഘപരിവാർ അനുകൂലികളിൽ പല ആളുകളും രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് സ്വന്തമായി വായിച്ച് അന്വേഷിച്ച് കണ്ടെത്തി മനസ്സിലാക്കിയ കാര്യങ്ങളിൽ നിന്നല്ല, ആരെങ്കിലുമൊക്കെ ഇങ്ങനെ സ്പൂൺ ഫീഡ് ചെയ്ത കാര്യങ്ങളിൽ നിന്നാണ്. അവരെ നമ്മളുടെ മോഡലായി കൊണ്ടുവന്ന് കാണിക്കും. ഇന്നലെ കമന്റ് ബോക്സിൽ വന്ന വളരെ രസകരമായിട്ടുള്ള ഒരു കമന്റ് ഉണ്ട്. നിങ്ങൾക്ക് ശ്രീജിത്ത് പണിക്കരുടെ അത്ര വിവരമുണ്ടോ? എനിക്ക് ശ്രീജിത്ത് പണിക്കരുടെ അത്ര വിവരമില്ല എന്ന് ഞാൻ സമ്മതിക്കുകയാണ്. ഈ നാട്ടിൽ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് സംസാരിക്കാനായിട്ടോ അത് മനസ്സിലാക്കാനായിട്ടോ ബോധം വേണമെന്നുണ്ടെങ്കിൽ ശ്രീജിത്ത് പണിക്കരുടെ അടുത്ത് പോവണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള രാഷ്ട്രീയ നിരീക്ഷകരുടെ അടുത്ത് പോകണം എന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ഇത്തരത്തിലുള്ള കമന്റുകൾ ചെയ്യുന്നത്. വളരെയധികം കഷ്ടപ്പെട്ട് ചില ആളുകളുടെ മോശം പരാമർശങ്ങളെ ന്യായീകരിക്കുകയാണ് ഇരുന്ന്. സുരേഷ് ഗോപിയെ അനാവശ്യമായി കേരളത്തിലെ മാധ്യമപ്രവർത്തകർ ടാർഗറ്റ് ചെയ്യുകയാണ്. പുരോഗമനവാദികൾ വെറുതെ ഓരോന്ന് വിളിച്ചു പറയുകയാണ് എന്നൊക്കെ ചുമ്മാ അടിച്ചു വിട്ട് ശ്രീജിത്ത് പണിക്കര് ചില മിത്തുകൾ ബസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു ഇന്റർവ്യൂ കൊടുക്കുകയുണ്ടായി. അതിലെ ചില ഭാഗങ്ങൾ ഒന്ന് പ്ലേ ചെയ്തിട്ട് ഞാൻ ക്ലിയർ ആയിട്ട് എൻ്റെ ചില സംശയങ്ങൾ ചോദിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, സുരേഷ് ഗോപി എന്ത് പറഞ്ഞാലും അത് വിവാദമാകുന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രവണത കഴിഞ്ഞ കുറെ കാലമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ ജസ്റ്റിഫൈ ചെയ്യപ്പെടാവുന്ന വിമർശനവും വിവാദവും ഒക്കെ ഉണ്ടായിരിക്കാം, അങ്ങനെ അല്ലാത്തതും ഉണ്ടായിരിക്കാം. പക്ഷേ ഇത്തവണ ഉണ്ടായിരിക്കുന്ന വിവാദം ജസ്റ്റിഫൈ ചെയ്യപ്പെടാൻ കഴിയുന്നതാണ് എന്ന് ഞാൻ കരുതുന്നില്ല. ഇതുവരെയുള്ള വിമർശനങ്ങൾ മുഴുവൻ ക്യാൻസൽ ചെയ്യുന്ന തരത്തിലേക്കുള്ള ഒരു പ്രതികരണമാണ്. സുരേഷ് ഗോപി നടത്തിയ പരാമർശങ്ങൾ അത് തെറ്റായിട്ടുള്ള പരാമർശങ്ങളല്ല. ഇവിടെയുള്ള മാധ്യമപ്രവർത്തകർ അതിനെ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചതാണ്. ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്കുള്ള വിമർശനങ്ങളല്ല. ബസ്റ്റ് ചെയ്യേണ്ട കുറേയധികം മിത്തുകളുണ്ട്. ഒന്നാമതായി അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് കേൾക്കാം. സുരേഷ് ഗോപി ഈ സവർണ മേധാവിത്വത്തിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു ദളിത് വിരുദ്ധനാണോ എന്നുള്ള ഒരു ചോദ്യമാണ്. അതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് അദ്ദേഹം ഈ സംസാരിച്ചു വരുന്ന സമയത്ത് അതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് താനൊരു കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയിലെ മെമ്പറായിട്ടിരിക്കുകയാണ്. ആ കൺസൾട്ടേറ്റീവ് കമ്മിറ്റി ചെയർ ചെയ്യുന്നത് മന്ത്രി അർജുൻ മുണ്ടയാണ്. കൺസൾട്ടേറ്റീവ് കമ്മിറ്റി ചെയർ ചെയ്യുന്നത് മന്ത്രി അർജുൻ മുണ്ടയാണ്. അർജുൻ മുണ്ട ആരാണ്? മിനിസ്റ്റർ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ. ഇദ്ദേഹം മുൻ മിനിസ്റ്റർ ഓഫ് ട്രൈബൽ അഫയേഴ്സ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി ആഗ്രഹിക്കുന്ന വകുപ്പിൻ്റെ മുൻ തലവനായിരുന്നു അദ്ദേഹം. അപ്പം അർജുൻ മുണ്ടെ ചെയർ ചെയ്യുന്ന ആ ഒരു കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയിൽ ഇരുന്നിട്ടാണ് സുരേഷ് ഗോപി ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചത് എന്നുള്ളതാണ് പറയുന്നത്. ബാക്കി കേൾക്കാം. അപ്പൊ ആ സമയത്ത് ഉദ്യോഗസ്ഥർ ഒരു കണക്ക് പ്രസന്റ് ചെയ്യുന്നു. ആ കണക്കിൽ പറയുന്നതനുസരിച്ച് ഏതാണ്ട് 38,000 കോടി രൂപ ഗോത്ര വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി, 37,500 കോടി രൂപ എന്തോടെ പ്രിസൈസ് ആയിട്ട് ആ എമൗണ്ട് ഗോത്ര വിഭാഗത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ചെലവഴിച്ചിട്ടുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട ഒരു കണക്ക് അവിടെ അവതരിപ്പിക്കുന്നു. അപ്പൊ ആ സമയത്ത് ഈ കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയിലെ ഒരു അംഗം എന്ന നിലയിൽ സുരേഷ് ഗോപി ആ കണക്കിനെ ചാലഞ്ച് ചെയ്യുകയാണ്. അദ്ദേഹം പറയുന്നത്, ഇത് നിങ്ങൾ എവിടെയാണ് ചെലവഴിച്ചിരിക്കുന്നത്? എനിക്കിത് കാണണം. കേരളത്തിൽ നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട പണം ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോടൊപ്പം വരൂ, എന്നെ ഇത് കാണിച്ചു തരൂ, എവിടെയാണ് ഈ പണം ചെലവഴിച്ചിരിക്കുന്നത് എന്ന്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് 38,000 കോടി രൂപ എന്ന് പറയുന്നത് പീനട്സ് അല്ല, അത് വലിയൊരു തുകയാണ്. അപ്പൊ ആ തുക കൃത്യമായിട്ട് കാര്യക്ഷമമായിട്ട് ദളിത് ഉന്നമനത്തിന് വേണ്ടിയിട്ട് വിനിയോഗിച്ചിട്ടുണ്ട് എങ്കിൽ അത് നമുക്ക് കാണാൻ കഴിയണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പോയിന്റ്. ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അർജുൻ മുണ്ടെ മുൻ ട്രൈബൽ അഫയേഴ്സ് മിനിസ്റ്ററാണ്. ജുവൽ ഒറാമാണ് ഇപ്പോൾ അധികാരം ഏറ്റിരിക്കുന്ന വ്യക്തി. ജുവൽ ഒറാം 3 തവണയാണ് ട്രൈബൽ അഫയേഴ്സ് മിനിസ്റ്ററായിട്ട് വന്നിട്ടുള്ളത്. ഈ BJPയിൽ തന്നെ ഉള്ള ആളുകളാണ് ഇവർ. ഇവരുടെ കഴിവ് കേടിനെ കുറിച്ചിട്ടാണ് അവിടെ വെച്ചിട്ട് സുരേഷ് ഗോപി പറയുന്നത്. അല്ലാതെ കേന്ദ്രത്തിൽ അർജുൻ മുണ്ടെ പോലുള്ള മുൻ ട്രൈബൽ അഫയേഴ്സ് മിനിസ്റ്ററുടെ സാന്നിധ്യത്തിൽ കേരളത്തിൽ ചില അഴിമതി ഈ ഒരു ഫണ്ട് വിനിയോഗവുമായി നടന്നിട്ടുണ്ട്, അതുകൊണ്ട് അർജുൻ മുണ്ടെ അതേപോലെ തന്നെ ജുവൽ ഒറാമിനെ പോലുള്ള ആളുകളൊന്നും ഇനി ഈ ഒരു പദവിയിൽ ഇരിക്കേണ്ട, എന്നെ പോലെയുള്ള ഉന്നത കുലന്മാരെ ഏൽപ്പിക്കുമെന്ന് അദ്ദേഹം പറയും എന്ന് തോന്നുന്നുണ്ടോ? തന്റെ നിഘണ്ടുവിൽ അൺപാർലമെന്ററി എന്ന് കരുതാവുന്ന ഒരു പദം പോലും താൻ ആ മീറ്റിംഗിൽ പ്രയോഗിച്ചു എന്നാണ്. അത് ഫ്രോഡ് എന്നുള്ള ഒരു പദമാണ്. അദ്ദേഹം പറയുന്നത് ദളിതരുടെ ഉന്നമനത്തിന്, ഗോത്ര വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് ഈ 38,000 കോടി രൂപ ചെലവാക്കി എന്ന് പറയുമ്പോൾ അത് പല പല മേഖലകളിലായിട്ടാണ് ചെലവഴിക്കുന്നതായിട്ട് പറയുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, അതേപോലെ അവരുടെ പലതരത്തിലുള്ള ഫെസിലിറ്റേഷൻസ്, ഇങ്ങനെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ഗവൺമെന്റിന്റെ പല ഡിപ്പാർട്ട്മെന്റുകളാണ് ഈ കണക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെയാണ് ഈ കണക്ക് അവതരിപ്പിക്കുന്നത്. പക്ഷെ ഈ അവതരിപ്പിക്കപ്പെടുന്ന കണക്ക് ഫ്രോഡാണ് എന്ന് അദ്ദേഹം അവിടെ അഭിപ്രായപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അതായത് വ്യാജമായി നിർമ്മിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥർ ഈ കണക്ക് കൊണ്ടുവരികയാണ്. സത്യത്തിൽ ഈ പിന്നാക്ക വിഭാഗത്തിലുള്ള ആൾക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി ഈ പണം ചെലവഴിച്ചിട്ടില്ല, അതിനെ വകമാറ്റിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ചെലവഴിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ ഇതെല്ലാം തന്നെ ഡേറ്റയുടെ കാര്യത്തിൽ കാണിക്കുന്ന തട്ടിപ്പാണ്
ഫ്രോഡാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. 37,500 കോടി എന്ന് പറയുന്നത് രാജ്യം മുഴുവനായി ട്രൈബൽ വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി വിനിയോഗിച്ച തുകയാണ്. ഇവിടെ നമുക്ക് രണ്ട് സംശയങ്ങൾ വരും. ടോട്ടലായിട്ട് 37,500 കോടി ചെലവഴിച്ചതുമായി ബന്ധപ്പെട്ട കണക്കിലെ പ്രശ്നമാണോ, കേരളത്തിലെ കണക്കിലെ പ്രശ്നമാണോ ഇദ്ദേഹം ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്? അതിനർത്ഥം ഈ ദളിത് വിഭാഗത്തിലുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ ഗോത്ര വിഭാഗത്തിലുള്ള ആൾക്കാരുടെ പിന്നാക്ക വിഭാഗത്തിലുള്ള ആൾക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി ഇവിടെ എത്ര പണമാണോ നമ്മൾ വകയിരുത്തിയിരിക്കുന്നത് അത് കൃത്യമായി ഇവിടെ വിനിയോഗിക്കപ്പെടണം എന്നുള്ള ആഗ്രഹം അദ്ദേഹത്തിനുണ്ട് എന്നാണ് പറയുന്നത്. അതല്ലാതെ ഇവന്മാർക്കൊന്നും കിട്ടണ്ട, ഇവന്മാർ ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ, നമുക്ക് മാത്രം കിട്ടിയാൽ മതി എന്ന ചിന്തയുള്ള ഒരാളല്ല എന്ന് ഈ പറയുന്നതിൽ നിന്ന് വ്യക്തമാണ്. അപ്പോൾ വീണ്ടും സുരേഷ് ഗോപി പറയാൻ ഉദ്ദേശിക്കുന്നത്, ശ്രീജിത്ത് പണിക്കർ പറയാൻ ഉദ്ദേശിക്കുന്നത്, BJPയുടെ തന്നെ അർജുൻ മുണ്ടെ, ജുവൽ ഒറാം പോലെയുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രൈബൽ അഫേഴ്സ് കൈകാര്യം ചെയ്തിട്ടുള്ള മിനിസ്റ്റേഴ്സ് പരാജയമാണ്. സുരേഷ് ഗോപിയെ പോലുള്ള ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഫണ്ട് വിനിയോഗമൊക്കെ പ്രോപ്പറായിട്ട് നടത്തിക്കൊള്ളാം എന്നുള്ള ഒരു ഉറപ്പ്, ഒരു കോൺഫിഡൻസ്, അല്ലെങ്കിൽ വേണ്ട ഒരാഗ്രഹം സുരേഷ് ഗോപിക്ക് ഉണ്ട് എന്നുള്ളതാണോ? അപ്പോൾ അവിടെയുള്ള കേന്ദ്രമന്ത്രിമാരെ തള്ളി പറഞ്ഞിട്ടുള്ള ഒരു പ്രസ്താവനയാണോ പുള്ളി അവിടെ ഇറക്കിയത്? മന്ത്രിയാകാനുള്ള എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ തനിക്ക് ഈ പിന്നാക്ക വിഭാഗം തരണം എന്നാണ് അദ്ദേഹം പ്രധാനമന്ത്രിയോടക്കം ആവശ്യപ്പെട്ടതെന്നാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരുപക്ഷെ ഇത്തവണയും അദ്ദേഹം അത് ആവശ്യപ്പെട്ടിട്ടുണ്ടാകാം. പക്ഷെ നമ്മുടെ നാട്ടിലുള്ള കീഴ്വഴക്കം അനുസരിച്ച് ആ വിഭാഗത്തിൽ നിന്നുള്ള ഒരാളിനെ മാത്രമേ അതിന്റെ മന്ത്രിയാക്കാറുള്ളൂ. അപ്പൊ സുരേഷ് ഗോപി ആ വിഭാഗത്തിലുള്ള ആളല്ല, അദ്ദേഹം മുന്നാക്ക വിഭാഗത്തിലുള്ള ആളാണ്. ഇതിലൊരു സാമൂഹ്യ പ്രശ്നമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, ആ വാക്കിലേക്ക്, ഉന്നത കുലജാതർ എന്നുള്ള വാക്കിലേക്ക് വരാം. പക്ഷെ അദ്ദേഹം പറയുന്ന ആ സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്യുന്നത് തന്നെ എങ്ങനെയാണ്, നമ്മുടെ നാട്ടിലുള്ള കീഴ്വഴക്കം അനുസരിച്ച് ഈ സവർണ അല്ലെങ്കിൽ എന്താണ് ഉന്നത കുലജാതരായിട്ടുള്ള ആൾക്കാർക്ക് ദളിത് വിഭാഗത്തിന്റെ മന്ത്രിയാകാനായിട്ട് സാധ്യമല്ല. അത് അങ്ങനെ ഉണ്ടാകണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് അദ്ദേഹത്തിന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുണ്ട് അവിടെ മാറ്റം കൊണ്ടുവരണമെന്ന്. പക്ഷെ അദ്ദേഹത്തിന് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം അവിടെ കിട്ടാതിരിക്കുന്നത് കുറേയധികം കീഴ്വഴക്കങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ട് ഉന്നത കുലജാതരായിട്ടുള്ള ആൾക്കാരും പിന്നാക്ക വിഭാഗത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും മന്ത്രിയാവുകയും ചെയ്യണം. അവർക്ക് അതിനൊരു ഡയറക്ഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. ശ്രീജിത്ത് പണിക്കർ പറഞ്ഞതിനകത്ത് രണ്ട് കാര്യങ്ങളിൽ ക്ലാരിറ്റി ഇല്ല. ഒന്ന് പിന്നോക്ക വികസനം, ഒന്ന് ട്രൈബൽ അഫേഴ്സ്. രണ്ടല്ലേ? മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് എന്ന ഒരു വകുപ്പും മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫേഴ്സും, ഈ രണ്ട് വകുപ്പുകളും കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർ എന്ന് പറയുന്നത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ വളരെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളാണ്. സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് കൈകാര്യം ചെയ്യുന്ന ഡോക്ടർ വീരേന്ദ്രകുമാർ ഖട്ടിക്, ജുവൽ ഒറാം, അതേപോലെ അർജുൻ മുണ്ടെ എന്നിവരൊക്കെ ഇക്കാലം അത്രയും ഈ ഒരു സ്ഥാനങ്ങൾ വഹിച്ചിട്ട് പ്രത്യേകിച്ച് പിന്നോക്ക വികസനത്തിലോ അല്ലെങ്കിൽ ട്രൈബൽ അഫേഴ്സിലോ കാര്യമായിട്ടുള്ള ഒരു പുരോഗതിയും ഉണ്ടായില്ല എന്നുള്ളതാണ് സുരേഷ് ഗോപിയുടെ വാദം. BJPയുടെ ഈ മന്ത്രിമാർക്ക് ആ ഒരു സ്ഥാനം കൊണ്ട് യാതൊരുവിധ മാറ്റവും ഉണ്ടാക്കാൻ പറ്റിയില്ല. ഒരു ഉന്നത കുലജാതൻ, ഇവരുടെ ജാതിയാണോ പ്രശ്നം എന്നുള്ളതാണോ പുള്ളി എടുത്തു പറയുന്നത്? അദ്ദേഹം ഇതേപോലെ തന്നെ തിരിച്ചു പറയുന്നുണ്ട്, ഈ മുന്നാക്ക വിഭാഗക്കാരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് പിന്നാക്ക വിഭാഗത്തിൽ നിന്നുള്ള ഒരു മന്ത്രി ഉണ്ടാകണം എന്ന് പറയുന്നുണ്ട്. ഇതൊരു സാമൂഹ്യ പരിവർത്തനമാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു സവർണ മേധാവിത്വത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഈ ബ്രാഹ്മണ മേധാവിത്വം അല്ലെങ്കിൽ സവർണ മേധാവിത്വം ഇതൊക്കെയാണ് അദ്ദേഹത്തെ ഭരിക്കുന്നത് എങ്കിൽ, ദളിത് വിഭാഗത്തിലുള്ള ആൾക്കാരോട് അദ്ദേഹത്തിന് പുച്ഛമാണ് എങ്കിൽ ഒരിക്കലും അദ്ദേഹം നടത്താൻ പാടില്ലാത്ത ഒരു പ്രസ്താവനയാണ് മുന്നാക്ക ക്ഷേമത്തിന് വേണ്ടി ഒരു പിന്നാക്കക്കാരൻ മന്ത്രിയാവട്ടെ എന്ന് വെച്ചാൽ ഞങ്ങളെ ഭരിക്കുന്നതിന് പിന്നാക്ക വിഭാഗത്തിലുള്ള ഒരാൾ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അദ്ദേഹം തീരെ സവർണ ബോധം അദ്ദേഹത്തിന്റെ കയ്യിലില്ല. എത്ര കഷ്ടപ്പെട്ടാണ് ശ്രീജിത്ത് പണിക്കർജി സുരേഷ് ഗോപി പറഞ്ഞ ആ ഒരു കാര്യത്തെ വളച്ചൊടിച്ച് ന്യായീകരിച്ച ആളുകളിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. കാര്യം BJPയുടെ മന്ത്രിമാരൊക്കെയാണ് ട്രൈബൽ അഫേഴ്സ് കൈകാര്യം ചെയ്യുന്നത്, മുന്നേ കൈകാര്യം ചെയ്തിട്ടുള്ളത്, പിന്നോക്ക വികസനം കൈകാര്യം ചെയ്തിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ അവർക്കെതിരെയുള്ള ഒരു ജാതി അധിക്ഷേപമാണ് സുരേഷ് ഗോപി നടത്തിയത്. ഞാൻ സുരേഷ് ഗോപിയോട് ഒട്ടും യോജിക്കുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും അതിനകത്തൊരു വലിയ റോങ് ഉണ്ട്. ഇപ്പോൾ ശരിയാണ്, സുരേഷ് ഗോപി പറയുകയാണ് ഇത്ര കോടി വിനിയോഗിച്ചതിനകത്ത് വലിയ പ്രശ്നങ്ങളുണ്ട്, കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് വലിയ പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിലും അതവരുടെ കുലത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ അവരെ മാറ്റിയിട്ട് അർജുൻ മുണ്ടെ, ജുവൽ ഒറാമിനെ പോലുള്ള ആളുകളെയൊക്കെ മാറ്റിയിട്ട് ഒരു മുന്നോക്കക്കാരൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ മാറ്റങ്ങൾ ഉണ്ടാവുക എന്നുള്ളതിനെ കുറിച്ചിട്ടും എനിക്കറിയില്ല. അത് സുരേഷ് ഗോപിക്ക് അറിയാവോ എന്നുള്ളതിനെ കുറിച്ചിട്ടും എനിക്കറിയില്ല. അദ്ദേഹത്തിന് വേണമെങ്കിൽ വളരെ മാന്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശശുദ്ധി കറക്റ്റാണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ പറയായിരുന്നു. ഇപ്പോൾ ദളിത് പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്ന് മന്ത്രിമാരെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് അവരെ അവരുടെ ആ ഒരു വിഭാഗത്തിലേക്ക് മാത്രം തളച്ചിടാതെ മറ്റുള്ള വകുപ്പുകൾ അവർക്ക് കൊടുക്കൂ എന്ന് വേണമെങ്കിൽ പറയായിരുന്നു. ഇത് അങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത്.
ഇങ്ങനെ ഇന്റർചേഞ്ച് ചെയ്യുന്ന ഒരു കാര്യമല്ലേ പുരോഗമനപരമായിട്ട് അങ്ങ് അവതരിപ്പിച്ചത്? എന്തിനാണ് ഇങ്ങനെ ഇന്റർചേഞ്ച് ചെയ്ത് അവർക്കൊരു അവസരം മുന്നോക്കക്കാർക്കിടയിലേക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നത്? എന്തിനാണ് ആ ഒരു ഔദാര്യം കൊടുക്കുന്നത്? എങ്ങനെയൊക്കെ തട്ടിക്കൂട്ടി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാലും സുരേഷ് ഗോപിയെക്കാട്ടിലും ഒത്തിരി അധികം വിദ്യാഭ്യാസം കൊണ്ടും എക്സ്പീരിയൻസ് കൊണ്ടും യോഗ്യതയുള്ള ആളുകളാണ് ബി ജെ പിയുടെ തന്നെ ട്രൈബൽ അഫയേഴ്സ് കൈകാര്യം ചെയ്യുന്ന മിനിസ്റ്ററും അതേപോലെ തന്നെ പിന്നോക്ക വികസനം കൈകാര്യം ചെയ്യുന്ന മിനിസ്റ്ററൊക്കെ. മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് വെൽഫെയർ വീരേന്ദ്രകുമാർ കട്ടിക്, അദ്ദേഹം കോമുകാരനാണ്, ഡോക്ടറേറ്റ് ഒക്കെ ഉള്ള വ്യക്തിയാണ്. ഇപ്പോൾ ജുവൽ ഒറാം ആണെങ്കിലും അർജുൻ മുണ്ട ആണെങ്കിലും ദീർഘകാല എക്സ്പീരിയൻസ് ഉള്ള വ്യക്തികളാണ്. അവർക്കും വിദ്യാഭ്യാസത്തിന് കുറവൊന്നുമില്ല. അപ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണ് അവരെ മാറ്റിയിട്ട് സുരേഷ് ഗോപി ജി അങ്ങടേക്ക് വരാമെന്ന് മോഡിജിയോട് പറയണത്? ഇതൊക്കെ ഭയങ്കര കൺഫ്യൂസിങ് ആണ്. അല്ല, ഇനിയിപ്പോൾ കേരളത്തിലെ കാര്യമാണ് ഉദ്ദേശിച്ചത് എന്നുണ്ടെങ്കിൽ കേരളത്തിലെ കാര്യം ഉദ്ദേശിക്കാൻ വേണ്ടി കേന്ദ്രത്തിൽ മോഡിജിയോട് പറയേണ്ട ആവശ്യം എന്താണ്? കേരളത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണെന്നുണ്ടെങ്കിൽ കേന്ദ്രത്തിലെ മന്ത്രി ആയെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ. സുരേഷ് ഗോപി ജിക്ക് അവിടെയുള്ള ഈ ട്രൈബൽ അഫയേഴ്സ് കൈകാര്യം ചെയ്യുന്ന മിനിസ്റ്ററിനോട് നേരിട്ട് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. പ്രമുഖർക്ക് വേണ്ടി ന്യായീകരിക്കാനും വളച്ചൊടിക്കാനും ഈശ്വരും പണിക്കരും ഒക്കെ വരും. പക്ഷെ എങ്ങനെ നോക്കിയാലും ഇത് മെനയാവില്ല. ഒരിക്കലും മെനയാവാനായിട്ടുള്ള ഒരു സാധ്യതയില്ല. പുള്ളിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്, പുള്ളി ഉദ്ദേശിച്ചതെന്ന് പറയുന്നത് ആ ഒരു ചേഞ്ചിങ് തന്നെയാണ്. നമുക്ക് എങ്ങനെ അംഗീകരിക്കാൻ പറ്റും സുരേഷ് ഗോപിക്ക് ട്രൈബൽ അഫയേഴ്സ് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് എന്നുള്ളത്? ആ ഒരു കമ്മ്യൂണിറ്റിയുമായിട്ടോ അല്ലെങ്കിൽ ട്രൈബൽ അഫയേഴ്സിലോ എന്തെങ്കിലും മുൻപരിചയമുണ്ടോ? ഈ ഒരു കാലഘട്ടത്തിലും ഇങ്ങനെ പറയേണ്ടി വരിക എന്ന് പറയുന്നത് പരിതാപകരമാണ്. എന്നാലും ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്, പണ്ടൊക്കെ ആളുകൾ ഇതിങ്ങനെ എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളൊരു സംഗതിയാണ്. പണ്ട് ഈ അട്ടപ്പാടിയിലേക്ക് ചാരിറ്റിക്ക് വേണ്ടി പോകുന്ന ഒരു കൂട്ടം ആളുകളുണ്ടായിരുന്നു. ആദിവാസി സമൂഹത്തിന് എന്തൊക്കെയോ ചെയ്യണം, അവർക്ക് അരിയും സാധനങ്ങളൊക്കെ കൊടുക്കണം, പൈസ കൊടുക്കണം. അതുകൊണ്ട് അവരുടെ ഉന്നമനം ലക്ഷ്യമാവുമോ? ഇല്ല. അവരുടെ ആ ഒരു ആവാസ വ്യവസ്ഥിതിയിൽ അവർക്ക് അനുകൂലമായിട്ടുള്ള രീതിയിലേക്ക് അവർക്ക് വേണ്ട കാര്യങ്ങളെ പഠിച്ച് അവരുടെ ആവശ്യങ്ങളെ പരിഗണിച്ച് വേണ്ടത് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ അട്ടപ്പാടിയിൽ ജീവിക്കുന്ന ആളുകൾക്ക് അവിടെ റബ്ബറൈസ്ഡ് റോഡില്ല, അങ്ങടേക്ക് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഇല്ല, അവിടെ അവരുടെ വീടുകളൊന്നും ശരിയല്ല, ഒരു ഫ്ലാറ്റ് പണിതേക്കാം, അങ്ങനെയുള്ളൊരു വികസന അപ്രോച്ച് അല്ല വേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ട്രൈബൽ പോലെയുള്ള കാര്യങ്ങളിലൊക്കെ അവരിൽ നിന്ന് ആളുകളെ തിരഞ്ഞെടുക്കുന്നത്. അവരുടെ ജീവിത അവസ്ഥയ്ക്ക് ആവാസ വ്യവസ്ഥയ്ക്ക് വെല്ലുവിളിയാവുന്ന കാര്യങ്ങളെ മനസ്സിലാക്കി അവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ആളുകളെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. സുരേഷ് ഗോപിക്ക് അവിടെ പോയി ഒന്നും ചെയ്യാനില്ല. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക്, ഇങ്ങനെയുള്ള ഒരു ഇൻ്റർചേഞ്ചബിലിറ്റിക്കൊന്നും യാതൊരുവിധ പ്രസക്തിയില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. വളരെ സിമ്പിളായിട്ടും നമ്മളിൽ പല ആളുകളും ഗ്രാമ അന്തരീക്ഷത്തിൽ ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണ്. കുറേ ആളുകൾ വന്നിട്ട് പറയുകയാണ്, അയ്യോ നിങ്ങളുടെ നാട്ടിൽ മെട്രോ ഇല്ല, നിങ്ങളുടെ ഇങ്ങോട്ടേക്ക് 10 മിനിറ്റ് ഇടവിട്ട് ബസ്സുകളില്ല, ഇവിടെ ഓട്ടോറിക്ഷ സൗകര്യങ്ങൾ കുറവാണ്, ടാക്സി സൗകര്യങ്ങൾ കുറവാണ്, നിങ്ങൾ ടൗണിലേക്ക് 2-3 കിലോമീറ്ററൊക്കെ താണ്ടിയാണ് പോകുന്നത്, വാ എല്ലാവരും കൂടെ വാ ടൗണിൽ വന്ന് നിൽക്കുക എന്ന് പറഞ്ഞ് നമ്മളെ അവിടെ കൊണ്ടേ ഇരുത്തിയിട്ട് വികസനം നമുക്ക് ഉണ്ടാക്കി തന്നു എന്ന് പറഞ്ഞാൽ റെഡിയാവോ? ഇല്ല. ഇവിടുത്തെ കാര്യങ്ങൾ പഠിച്ച് ഇവിടുത്തെ ജീവിത രീതിക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തരാൻ വേണ്ടിയാണ് നമ്മളിൽ നിന്ന് നമ്മൾ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ ഇടുക്കിയിൽ നിന്നിട്ട് ഇടുക്കിയുടെ പ്രശ്നങ്ങൾ അറിയാവുന്ന ആളുകളെയാണ് ഇടുക്കിക്കാർ തിരഞ്ഞെടുക്കാറുള്ളത്. കോട്ടയം ജില്ലയും അങ്ങനെ തന്നെ. അങ്ങനെ പലപ്പോഴും ആളുകൾ അതിനുവേണ്ടിയാണ് ശ്രമിക്കാറുള്ളത്. അവിടെയാണ് നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് ഉറപ്പാക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അവിടെ നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ എനിക്ക് കൊതിയാണ് ജി, ഞാനത് പോയി അങ്ങോട്ട് സെറ്റാക്കി തരാം, നമ്മുടെ മന്ത്രിമാർ പോരാ, കഴിഞ്ഞ 2 ടേമിലും വളരെ മോശമായിരുന്നു, എന്താണെങ്കിലും ബഹുകേമം തന്നെ. എങ്ങനെ ഇതൊക്കെ ഇങ്ങനെ ന്യായീകരിച്ച് അവതരിപ്പിക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് എനിക്കറിയില്ല. ഈ ആളുകൾ വന്ന് വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ പല ആളുകളും പറയാറുണ്ട്, നിങ്ങൾ അയാളെ കേട്ടോ, അയാൾ പറഞ്ഞത് കേട്ടോ. അയാൾ പറഞ്ഞത് കേട്ടാലും ആര് പറഞ്ഞത് കേട്ടാലും നമ്മൾ കാര്യങ്ങൾ സ്വന്തമായിട്ട് അന്വേഷിച്ച് ബോധ്യപ്പെട്ടിട്ട് വിശ്വസിക്കുന്നതല്ല നല്ലത്. ഞാൻ പറഞ്ഞതോ ആര് പറഞ്ഞതോ കണക്കിലെടുക്കണ്ട. ഇപ്പം ആരെന്ത് പറഞ്ഞാലും ആരെന്ത് പറഞ്ഞതുകൊണ്ടും നിങ്ങൾ ഒരു തെറ്റിദ്ധാരണയുമായിട്ട് നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ നഷ്ടം നിങ്ങൾക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ സംഘപരിവാർ അനുകൂലികളൊക്കെ അവർ പറഞ്ഞ് ഇവർ പറഞ്ഞ് അവർ ഞങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തന്നു, അതുകൊണ്ട് അത് ശരിയാണ് എന്ന് വിശ്വസിച്ചിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്കാണ് ആ ഒരു മണ്ടത്തരത്തിൻ്റെ ബർഡൻ ചുമക്കേണ്ടി വരിക. നിങ്ങളുടെ ആ ഒരു ഇൻ്റലക്ച്വൽ കപ്പാസിറ്റിയാണ് അത് വെല്ലുവിളിക്കുന്നത്. അത്രേ ഉള്ളൂ. നന്ദി.